സീറ്റ് നിർണയത്തിലെ അതൃപ്തികൾ വീണ്ടും പുറത്തോട്ട് വരികയാണ്. സീറ്റ് ലഭിക്കാത്തതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ വീണ്ടും വിമർശനവുമായി മുൻ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി. തിരൂരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ചോദ്യം. പ്രതിഫലം പറ്റാതെ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ വികാരം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണെന്നും ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു അദ്ദേഹം. ഗോകുൽ K വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന്. ഗോകുൽ, ഇന്നലെ ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, അത് പെട്ടെന്ന് തന്നെ പിൻവലിക്കുന്നു. ഇപ്പോഴത്തെ വീണ്ടും ഒരു പ്രതിഷേധ പോസ്റ്റ്. ഒരു മണിക്കൂറായി പോസ്റ്റ് ഇട്ടിട്ട്. ഗോകുൽ, ഇന്നലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന ഉടനെ തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചിത്രമൊക്കെ വെച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇട്ടിരുന്നു. സീറ്റില്ലാത്തതിൽ അതൃപ്തി പരസ്യമാക്കുന്നതായിരുന്നു പോസ്റ്റ്. പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ചവരെ തിരിച്ചറിഞ്ഞ നേതാവാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കുറിപ്പ്. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണി, അദ്ദേഹം ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹം പോസ്റ്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പുലർച്ചെ വീണ്ടും അദ്ദേഹം മറ്റൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. PMA സമീറിനെ എന്തടിസ്ഥാനത്തിലാണ് തിരൂരങ്ങാടി സ്ഥാനാർത്ഥിത്വം നൽകിയത് എന്നുള്ളതാണ് ഇന്നത്തെ പോസ്റ്റിലെ ചോദ്യം. അദ്ദേഹം ചന്ദ്രികയുടെ ഫിനാൻസ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നയാളാണ് PMA സമീർ. ഈ പാണക്കാട് തങ്ങന്മാരെ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ PMA സമീറിന് ഒരു സ്ഥാനാർത്ഥിത്വം നൽകിയത് എന്നൊരു വിമർശനം കൂടി. ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങന്മാരെ കരുവാക്കിയതായിട്ടാണ് ഇന്നത്തെ പോസ്റ്റിലെ വിമർശനം. PMA സമീറിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു പഞ്ചായത്ത് കമ്മിറ്റിയോ അല്ലെങ്കിൽ മുനിസിപ്പൽ കമ്മിറ്റിയോ ഒന്നും പ്രാദേശികമായി അവരുടെ ആവശ്യപ്പെട്ടിരുന്നില്ല. അർഹതപ്പെട്ടവരെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടുള്ളത്. പാർട്ടിയെ സ്നേഹിക്കുന്നവർ അത് ചോദ്യം ചെയ്താൽ അച്ചടക്ക ലംഘനമായി കാണരുത് എന്ന് ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. നേരത്തെ തന്നെ വനിതാ ലീഗിന് സ്ഥാനാർത്ഥിത്വം, വനിതാ ലീഗിന്റെ ഭാരവാഹികൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയില്ല എന്നതിന്റെ പേരിൽ നൂർബിന റഷീദ് അടക്കമുള്ള വനിതാ ലീഗിന്റെ നേതാക്കൾ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം ലിസ്റ്റ് എന്ന് പറയുന്നത് മികച്ചതാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ലീഗിനുള്ളിൽ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിലെ ശ്രദ്ധേയമായ കാര്യം. നേരത്തെ താനൂർ മണ്ഡലത്തിലൊക്കെ അബ്ദുറഹ്മാൻ രണ്ടത്താണി മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തായിരുന്നു. കഴിഞ്ഞ തവണ പുനലൂരിൽ അബ്ദുറഹ്മാൻ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം ഇത്തവണ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചതാണ്. അത് ലഭിക്കാത്തതിലുള്ള അമർഷമാണ് ഇത്തരം ഫേസ്ബുക്ക് കുറിപ്പിന് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്. ഗൂഗിൾ. ശരി, ലീഗില് ഇത്തരം പ്രതിഷേധങ്ങൾ വന്നാൽ പോലും അതൊരു പ്രത്യക്ഷമായ പ്രതികരണത്തിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഒതുങ്ങാനാണ് സാധ്യത. അവരുടെ ഒരു കേഡർ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തന്നെ. എങ്കിലും പൊതുവെ ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇത്തവണ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് ലീഗിനുള്ളിൽ തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.